അല്ലെങ്കിൽ പാപ്പരായി പോകും. ഏതേത് കാര്യത്തിലും ആദർശ കണിശതയുള്ളവരാകണേ. പല കാര്യത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയതാ. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം മക്കളെ വളർത്തുന്നിടത്ത് ഞാൻ പറഞ്ഞു, ആദർശം പൂർണ്ണമായി നമ്മൾ പാലിക്കുന്നവരാകണം. പരമാവധി, കഴിവിന്റെ പരമാവധി. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. അള്ളാഹു നമുക്ക് വന്നുപോയ വീഴ്ചകളൊക്കെ പുറത്തിരുമാറാകട്ടെ. നമ്മൾ നന്നായി ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കണം. കാരണം അറിയോ, ഒരു തെറ്റ് ചെയ്തു, അതിന്ന് പശ്ചാത്തപിച്ചു, പിന്നെ അതിലേക്ക് മടങ്ങിക്കൂടാ. പിന്നെ അടുത്ത് ഇതിങ്ങനെ പിന്നെയും നമ്മളെ കുളത്തിലെ ചണ്ടി നീക്കിയാൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന മാതിരി തന്നെ പിന്നെയും വരികയാണ്. റമദാൻ മാസത്തിൽ മാത്രം കേബിൾ കണക്ഷൻ കട്ട് ചെയ്യണ ചില നാടുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഖുത്ബ പറഞ്ഞിട്ട് നാട്ടിൽ എന്നോട് പറയാം, മൗലി നിങ്ങളത് എന്തായാലും പറയണോ, എന്താ സംഗതി? റമദാൻ മാസം വന്നാൽ ചാനൽ കട്ട് ചെയ്യും. പിന്നെ എന്താ ചാനലുള്ളൂ? സൗദി ചാനൽ. റമദാൻ ചാനലാണ് സൗദി ചാനൽ. കേട്ടാ തോന്നുന്നു ഇതാണ് റമദാനിൽ ഇതേ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ള മാതിരി. അതിന് കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് പറയും, ബാക്കിയൊക്കെ കട്ടി സൗദി ഓപ്പൺ ആക്കാൻ അറിയും. റമദാൻ കഴിഞ്ഞ് മറ്റേ പെരുന്നാളിന്റെ അമ്പളി വന്ന് പെരുന്നാളായാലോ സൗദി കട്ട്, ബാക്കിയൊക്കെ ഓപ്പൺ. അങ്ങനെയുണ്ട് ചില നാട്, ഭൂരിപക്ഷ മുസ്ലിം പ്രദേശങ്ങൾ. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയുന്നവരുണ്ടേ. ഹബീബിന്റെ തിരുസുന്നത്ത് പാലിക്കുന്ന വിഷയത്തിന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നവരുണ്ട്. താടി നീട്ടി വളർത്തുന്നവരുണ്ട്. ഇണതുണകളോട് മാന്യമായി പെരുമാറുന്നവരുണ്ട്. പക്ഷേ അവര് സിനിമ കാണൂല, അവര് സീരിയൽ കാണൂല, അവര് സംഗീതം കേൾക്കൂല. പക്ഷേ ജീവിതത്തിൽ അവര് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പലപ്പോഴും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി ഇത് അനുവദിച്ചു കൊടുക്കപ്പെടുകയാ. ഞാൻ കാണില്ല, കുട്ടികളോ ഓലെടുക്കൊക്കെ കാണുന്നുണ്ട്. എന്തിനാ വാപ്പ പറയണത്? പിന്നെന്തിനാ ഈ വാപ്പാന്ന് പറയണത്? വല്ലാത്ത സങ്കടം ഉണ്ടോട്ടെ ഞാൻ അതൊക്കെ പറയണത്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ ആ നട്ടപ്പാതിരക്ക് 11:15, നിങ്ങൾക്ക് 11:15 ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് 11:15 പറഞ്ഞാല് പ്രശ്നമാണ്. രാത്രിയില് ഞാൻ ചീത്ത പറയാൻ വേണ്ടി പറഞ്ഞല്ല. നോക്കി നിങ്ങള്, ഞാൻ ചില സദസ്സ് ചെന്ന് തുറന്നു വെക്കലുണ്ട്. ഞങ്ങളോട് തുറന്നു വെക്കുക, അവനാന്റെ പൊരയില് കേബിൾ കണക്ഷനോ അല്ലെങ്കിൽ കൊടയോ ഇല്ലാത്തവരൊന്ന് കൈപൊക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. ചിലപ്പോൾ ഒന്നും വിചാരിക്കരുത്. ഞാൻ പരിഹസിക്കാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചിട്ട് എന്നോട് സങ്കടം കണ്ണോട് കാട്ടി. ഒരുപാട് സ്ഥലത്ത് പ്രസവിക്കപ്പെട്ടാണ് ക്ലാസ്സിലൊക്കെയാണ് ചോദിക്കല്. ഇത് പിന്നെ പരസ്യമായിട്ട് പോണോണ്ട് ഇനി എന്താ റിസൾട്ട് വരുമെന്ന് എനിക്കറിയില്ല. എന്താ കാര്യപ്പെട്ട ആൾക്കാരെ പരിയിലൊക്കെ സാധനമുണ്ട്. നോക്കി നിങ്ങളെ വൈകുന്നേരം ഉണ്ടായ കുത്തിരിക്കാണ് പെണ്ണുങ്ങളെ മുഴുവൻ അതിന്റെ മുന്നില്. നാട്ടിലത്തെ കഥയെ പറഞ്ഞത്. ഇവിടെ പിന്നെ ചെയ്ത സമയമൊന്നും എനിക്കറിയില്ല. നാട്ടിലൊരു മരിവണ് കഴിഞ്ഞാൽ എന്താ ആവേശം എന്നറിയാം. വേഗം ഒന്നൊക്കെ എടുത്ത് നിസ്കരിച്ച് പെട്ടെന്ന് കണ്ടെത്തൊന്ന് പഠിച്ചാൽ നല്ല ഭക്തി കൂടിയൊന്നല്ല. പിന്നെ തുടങ്ങല്ലേ കണ്ടശ, ചന്ദനമഴ, മായാമോഹിനി, പിന്നെന്താ മിസ്റ്റർ ഭർത്ത. ഇതൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വെച്ചാല് എല്ലാ KSRTC ബസ്സുമല്ലുണ്ട് ഈ പേര്. ചന്ദനമഴ, പല മഴയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് മഴയാണോ? വൈകുന്നേരം കുത്തിരിക്കാണ്. ഞാൻ മുമ്പ് കുത്തു പറഞ്ഞത് തൃശ്ശൂർ പള്ളിയിൽ പോണോയ്ക്ക് വടക്കഞ്ചേരി ഉണ്ട് ഒരു വലിയ ബോർഡ്, തിങ്കൾ മുതൽ വെള്ളി വരെ. നോക്കുമ്പോ എന്താ ചന്ദനമഴ. ഇത് പറയുമ്പോ ചിലപ്പോ അപ്പുറത്തിരിക്കുന്ന സഹോദരിമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, പഠിച്ചോ ഇതിപ്പോ നമ്മളാ മറ്റേ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച ബാക്കിച്ച്. ദയവ് ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദയവ് ചെയ്തിട്ട് നിങ്ങളോട് പറയാ, എന്ത് ഗുണമാണ് നിങ്ങൾക്കത് കൊണ്ടുള്ളത്? എന്ത് ഗുണമാണ് അതിനുള്ളത്? എന്താണ് അതിലുള്ളത്? എന്ത് ഗുണമാണ് ഈ ലോകത്ത്? ആഖിറം പോട്ടെ, ഈ ലോകത്ത് നിങ്ങൾക്കത് കൊണ്ട് എന്ത് ഗുണമാണ്? എന്തൊരാസ്വാദനമാണ് അതിലുള്ളത്? ഈ കണ്ണീരല്ലാതെ, ഈ പ്രഹസനങ്ങളല്ലാതെ, ഈ ചാടിപ്പോക്കല്ലാതെ, ഈ ഒളിച്ചോട്ടമല്ലാതെ, സ്വന്തം ഭർത്താവിനെ ധിക്കരിക്കലല്ലാതെ, സ്വന്തം കൂടപ്പിറപ്പുകളോട് മോശമായി പെരുമാറലല്ലാതെ, സ്വത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിലുള്ള പടലപ്പിണക്കങ്ങളല്ലാതെ. സീരിയലിന്റെ വിഷയമെന്താ? പ്രേമമാണ്. സീരിയലിന്റെ വിഷയമെന്താ? കാമമാണ്. സീരിയലിന്റെ വിഷയമെന്താ? ഒളിച്ചോട്ടമാണ്. സീരിയലിന്റെ വിഷയമെന്താ? പകയാണ്. ഇതല്ലാതെ എന്തായാലുള്ളത്? അവസാനം ശൈത്താന് മനസ്സിലായി, ഇനിയിപ്പോ പെണ്ണുങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യട്ടെ, ഇനിയിപ്പോ കുട്ടികളെ പഴപ്പിക്കാം. അപ്പൊ ശൈത്താൻ അടുത്തിറക്കി. എന്താ? കുട്ടികൾക്കൊരു സീരിയൽ ഉണ്ടെന്ന് അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു. ഈ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇതും കൂടി പറഞ്ഞോളി എന്ന് പറഞ്ഞ ഒരാൾ. അങ്ങനെ ഇത് പഠിച്ച് എന്തോ ഒരു പേര് പറഞ്ഞു, കുട്ടികളെ സീരിയലിന്റെ പേര് പറഞ്ഞു. ഒരു പെൺകുട്ടിയാക്കാത്ത ഒരു പ്രായക്കാർക്കുള്ള ഒരു സീരിയൽ അത് പറഞ്ഞിരിക്കണം. പിന്നെ 4 വയസ്സുകാരൊക്കെ ഡാൻസ് കളിക്കണത്, അതിന് SMS. അപ്പൊ പിന്നെ അത് എളുപ്പമാണല്ലോ, ഫ്രീ ആണല്ലോ, എല്ലാവർക്കും അറിയും. വലിയ അതിന്റെ കുറച്ച് സ്റ്റേജ് കൂടിയത്, അതിന് SMS. വൈകുന്നേരം ആയാല് പിന്നെ ഫാമിലി എന്ന് പറഞ്ഞ പ്രത്യേകം ചില പരിപാടി ഉണ്ട്. എന്തൊക്കെയാ വൈകുന്നേരം ആയ റബ്ബേ, 9:30 10 മണി വരെ.
ഇതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇതന്നെ പരിപാടി, ഇതിൽ തന്നെ അങ്ങോട്ട് സമയം. പ്രത്യേകിച്ച് ചിലപ്പോൾ പ്രവാസി സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു എൻജോയ്മെന്റും ഇല്ല, നിങ്ങൾക്ക് പറ്റൊരു എൻജോയ്മെന്റ് ഉണ്ട്. എന്താ നിങ്ങൾ ഇതാ അള്ളാന്റെ കിതാബ്, ഇതിന്റെ ഒരു അറ്റത്തുനിന്ന് ഒരു അറ്റം വരെ കാണാപ്പാടം പഠിച്ചു നോക്കി നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് വിചാരിച്ച്. അതേ പറഞ്ഞ് ഞമ്മക്ക് എന്താണോ വേണ്ടത് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വ്യക്തി ജീവിതത്തിലേക്ക് ആദർശത്തെ കൊണ്ടുവന്ന